സംസ്ഥാനത്ത് മഴ ഏതാണ്ട് ശക്തമാകുന്നു. 6 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മറ്റന്നാളാണ് കാലവർഷം കേരളത്തിലെത്തും എന്ന് വിശ്വസിച്ചിരിക്കുന്നത്. എന്തായാലും മഴയുടെ കാര്യങ്ങൾ പറയാൻ നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി, കോഴിക്കോട് നിന്ന് ദീപക് തലമുടം ചേരുന്നു. ആദ്യം മേഘനയിലേക്ക്. മേഘന, ഗുഡ് മോർണിംഗ്. മഴ എങ്ങനെയുണ്ട്? സംസ്ഥാനത്തുടനീളം കാലവർഷം എത്തിയൊരു അന്തരീക്ഷമുണ്ട്. പക്ഷേ കാലവർഷം എത്തിയിട്ടില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വരെയാണ് നിലവിൽ കാലവർഷം എത്തിയിട്ടുള്ളത്. ഉടൻ തന്നെ, അത് നാളെയോ മറ്റന്നാളോ ആയി കേരളത്തിൽ കാലവർഷം എത്തി എന്നുള്ള ഒരു നല്ല വാർത്ത കേൾക്കാനാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നിലവിൽ 6 ജില്ലകൾക്കാണ് മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ്, അതായത് വേനൽ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകൾക്കാണ് ഇന്ന് മഴ മുന്നറിയിപ്പ്. ശക്തമായ മഴയും അതുപോലെ തന്നെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്നുള്ള ഈ 6 ജില്ലകളോടൊപ്പം നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ 3 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പുണ്ട്. 27-ാം തീയതി വരെ ഈ മഴ അങ്ങനെ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ചിലപ്പോൾ അതിനിടയിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തിയേക്കാം. 26-ാം തീയതിയോടെ കാലവർഷം കേരളത്തിലേക്ക് എത്തിയേക്കാം എന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാല കാരണമാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തെക്കൻ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് കാരണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും കാലവർഷം എത്താൻ പോകുന്നു. ഈ കാലവർഷവും ഈ വർഷം ദുർബലമായിരിക്കുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുകയും ചെയ്യുന്നു. എന്തായാലും കാലവർഷത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനോടൊപ്പം മഴ പെയ്യുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെടുതികൾ, അതുപോലെ തന്നെ ഇടിമിന്നൽ, ഇതിലൊക്കെ ഒരു കരുതൽ വേണം, ജാഗ്രതാ നിർദ്ദേശം വേണമെന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്യുന്നത്. നല്ലൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നു. കരുതൽ വേണമെന്ന് പറയുകയും ചെയ്യുന്നു. മേഘന, താങ്ക് യു. ഇനി ദീപക് തർമ്മടമാണ് കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. മഴ എങ്ങനെ? വടക്കൻ കേരളത്തിൽ മഴ തകർത്ത് പെയ്യാണോ? കുടയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം തകർത്ത് പെയ്യുന്നില്ല. ഇപ്പം നേരത്തെ രാവിലെ വെരി ഗുഡ് മോർണിംഗ്. കാലത്ത് നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ എല്ലാവരും കുടയെടുത്ത് യാത്ര ചെയ്യുന്ന അവസ്ഥയാണ്. ഇപ്പം എനിക്ക് അരികിൽ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ അങ്ങോട്ട് വാ ചേട്ടാ. രാവിലെ നല്ല മഴയായിരുന്നല്ലേ? രാത്രിയൊക്കെ നല്ല മഴ. അപ്പോൾ വേനൽ മഴ ഇപ്രാവശ്യം തകർക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അതായത് വേനൽക്കാലത്ത് കുടയെടുത്ത് പുറത്തിറങ്ങേണ്ട അവസ്ഥയാണ്. ഇന്നലെ രാത്രി കോഴിക്കോട് നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പുതിയ പാലത്താണ്. മനോഹരമായ പുതിയ പാലമാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഈ പ്രദേശമൊക്കെ പണ്ട് പഴയ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. മഴയൊന്ന് കനത്ത് കഴിഞ്ഞാൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുമെന്നുള്ളതാണ് കോഴിക്കോട് നഗരപരിധിയിൽ, പ്രത്യേകിച്ചും ഈ കോർപ്പറേഷൻ പരിധിയിലെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പോലുമുള്ള അവസ്ഥ. പക്ഷേ രാത്രി മഴ പെയ്ത് ഇപ്പോൾ രാവിലെ ഒന്ന് മഴ തോർന്നത് കൊണ്ട് വെള്ളം വലിഞ്ഞു പോയിട്ടുണ്ട്. മറ്റ് മലയോര മേഖലയിലും സമാനമായ സാഹചര്യമാണ്. വേനൽ മഴ ഇക്കുറി നേരത്തെ എത്തി. മാത്രവുമല്ല, അത് തുടരെ പെയ്യുന്നുണ്ട്. ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പാലം ഒലിച്ചു പോയതുൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റൊന്ന്, ഈ ചക്രവാത ചുഴി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടിയോടുകൂടിയ കാറ്റോടുകൂടിയ ശക്തമായ മഴയുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഈ മഴ നാളെയും മറ്റന്നാളും കൂടി തുടരുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കൂടി വന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ മലബാറിൽ മലയോര മേഖലകൾ കൂടുതലാണ്. ആ മലയോര മേഖലകളിൽ നല്ല ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.